ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. ഇംഗ്ലീഷിൽ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോൾ അവിടെ എന്താ പറയേണ്ടതെന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കാണും. പക്ഷെ ആ പറയാൻ പോകുന്ന കാര്യം ശരിയാണോ, അത് അങ്ങനെ തന്നെയാണോ പറയേണ്ടത് എന്നൊക്കെ ഒരു ഡൗട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെ ഒരു സംശയം വന്നാൽ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കും, അല്ലെ? അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഡെയിലി ലൈഫിൽ എന്നും പറയേണ്ടി വരുന്ന തരം കാര്യങ്ങൾ കോൺഫിഡൻസോട് കൂടെ പറയാൻ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്നും ആവശ്യം വരുന്ന തരം 100 ഫ്രേസസ് അല്ലെങ്കിൽ സെന്റൻസസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലെസന്റെ അവസാനം ഞാൻ ഹോംവർക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം ഇത് ശ്രദ്ധിച്ച് കാണൂ, എന്നിട്ട് അത് ആൻസർ ചെയ്യൂ. ആദ്യം നമുക്ക് വളരെ സിമ്പിൾ ആയ ഒരു കാര്യം വെച്ച് തുടങ്ങാം. അപ്പൊ അത് നിങ്ങൾക്ക് പലപ്പോഴും ആവശ്യം വരുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ജോലി കിട്ടി, അത് അയാൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അയാളെ അഭിനന്ദിക്കും, അല്ലെ? അവിടെ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? കൺഗ്രാറ്റുലേഷൻസ് ഓൺ എന്നാണോ അതോ അവിടെ ഫോർ ആണോ വരേണ്ടത്? ഒരു സംശയം വേണ്ട, അവിടെ പറയാ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ന്യൂ ജോബ് എന്നായിരിക്കും. അവിടെ നമ്മൾ അയാളുടെ ഒരു നേട്ടത്തെ കുറിച്ചാണ് ഈ പറയുന്നത്, അല്ലെ? പുതിയ ജോലി അതൊരു നേട്ടമാണ്, അതൊരു നൗൺ ആയിട്ടാണല്ലോ വന്നത്. അവിടെ കൺഗ്രാറ്റുലേഷൻസ് ഓൺ എന്ന് തന്നെ വരും. ഇപ്പൊ ഒരാളുടെ പരീക്ഷയുടെ റിസൾട്ട് വന്നു, നല്ല മാർക്കുണ്ട്, എന്ത് പറയും? കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ എക്സാം റിസൾട്ട്സ് എന്നാണ് അവിടെ പറയുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം, അവിടെ ഈ കൺഗ്രാറ്റുലേഷൻസ് എന്ന് തന്നെ പറയണോ അതോ എസ് ചേർക്കാതെ പറയാമോ എന്ന്. നമ്മളൊരാളോട് അഭിനന്ദനങ്ങൾ എന്ന് നേരിട്ട് പറയുകയാണെങ്കിൽ അവിടെ എസ് ചേർത്ത് കൺഗ്രാറ്റുലേഷൻസ് എന്ന് തന്നെ പറയണം. നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ പറയാണ്, ഞാൻ അവൾക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടൊരു മെസ്സേജ് അയച്ചു എന്ന് പറയണമെങ്കിൽ ഐ സെൻഡ് ഹെർ എ നോട്ട് ഓഫ് കൺഗ്രാറ്റുലേഷൻ എന്ന് മാത്രം പറയാം. പക്ഷെ ഒരു പുതിയ വീട് വാങ്ങിയ ഒരാളോട് നേരിട്ട് അഭിനന്ദനങ്ങൾ എന്ന് പറയുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ന്യൂ ഹോം എന്ന് പറയും. പക്ഷെ ഒരാളോട് നമുക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ പരീക്ഷയില് അയാള് നല്ല മാർക്കോട് കൂടി പാസ്സായി, ഗ്രാജുവേറ്റ് ചെയ്തു. അവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടല്ലേ, അവിടെ പറയാ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഗ്രാജുവേറ്റിംഗ് വിത്ത് ടോപ്പ് മാർക്സ് എന്നായിരിക്കും. കാരണം അവിടെ അയാൾ ചെയ്ത ആ പ്രവൃത്തിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്, നല്ല മാർക്കോട് കൂടി ഗ്രാജുവേറ്റ് ചെയ്തതിന് എന്നാണ് പറയുന്നത്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഗ്രാജുവേറ്റിംഗ് വിത്ത് ടോപ്പ് മാർക്സ് എന്ന് അവിടെ പറയും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് അതിൽ വലിയ സന്തോഷമുണ്ട് എന്ന്. അതായത് അയാളുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? അവിടെ നമ്മൾ എന്ത് പറയും? ഐ എം ഹാപ്പി ഫോർ യു എന്നാ പറയാ. ഹാപ്പി ഫോർ യു, അതായത് നിങ്ങളുടെ ആ ഒരു നേട്ടത്തിൽ നമുക്കും സന്തോഷമുണ്ടെന്നാണ് ഈ പറയുന്നത്. ഐ എം സോ ഹാപ്പി ഫോർ യു. പക്ഷെ അടുത്തത്, എനിക്ക് നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ എം ഹാപ്പി ടു സീ യു എന്ന് പറയും. കണ്ടതിൽ എന്നാണ് പറയുന്നത്, ആ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. ഐ എം ഹാപ്പി ടു സീ യു. ഇനി എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറയണമെങ്കിൽ ഐ എം ഹാപ്പി ടു ഹെൽപ്പ് എന്ന് പറയും. ഐ എം ഹാപ്പി ടു ഹെൽപ്പ്. ഇനി അങ്ങനെ സഹായിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് കൂടി എടുത്തു പറയണമെങ്കിൽ ഐ എം മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഐ എം വെരി ഹാപ്പി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതൊരു കുറച്ച് വ്യത്യാസമുള്ളൊരു ഫ്രേസ് ആണ്. ഐ എം മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ്. ഇനി ഇങ്ങനെ പറയണമെങ്കിലോ, നിങ്ങൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവിടെ പറയാ ഐ എം ഹാപ്പി ദാറ്റ് യു കെയിം. മനസ്സിലായോ? ഐ എം ഹാപ്പി ദാറ്റ് യു കെയിം. നിങ്ങൾ വന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോ ആ ഹാപ്പി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ നമ്മൾ ഏതെല്ലാം അർത്ഥത്തിൽ യൂസ് ചെയ്തു എന്ന് കണ്ടോ? ഹാപ്പി ഫോർ, ഹാപ്പി ടു, ഹാപ്പി ദാറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇന്നത്തെ കാലത്ത് നമുക്ക് പലപ്പോഴും പലരോടും ചോദിക്കേണ്ടി വരാറുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രമേഹ രോഗിയാണോ എന്നൊക്കെ. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഈ ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ ആർ യു ഡയബറ്റിക് എന്ന് ചോദിച്ചാൽ മതി. ആർ യു ഡയബറ്റിക്, അതായത് നിങ്ങൾ പ്രമേഹ രോഗിയാണോ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി പ്രമേഹം എന്ന് പറയുമ്പോൾ ആ ഒരു രോഗത്തിന്റെ പേരായിട്ട് തന്നെ പറയണമെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ ഡയബറ്റീസ് എന്നാണ് പറയുക. അപ്പൊ അവിടെ നമുക്ക് ചോദിക്കാവുന്നത് ഡു യു ഹാവ് ഡയബറ്റീസ് എന്നാണ്. മനസ്സിലായോ? പ്രമേഹം ആ രോഗമാണ് ഡയബറ്റീസ്. ഡു യു ഹാവ് ഡയബറ്റീസ് എന്ന് ചോദിക്കും. പക്ഷെ ഇങ്ങനെ രണ്ട് തരത്തിൽ ചോദിക്കുമ്പോഴും അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലോ. അപ്പൊ അവിടെ നമുക്ക് അതൊന്ന് സോഫ്റ്റ് ആക്കാൻ, ആ ചോദ്യം കുറച്ചൊന്ന് ലെസ് ഡയറക്റ്റ് ആക്കാൻ നമുക്ക് ചോദിക്കാവുന്നത് ഡു യു ഹാപ്പൻ ടു ഹാവ് ഡയബറ്റീസ് എന്നാണ്. നിങ്ങൾക്ക് എങ്ങാനും പ്രമേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവുന്നുണ്ടല്ലോ ആ ചോദ്യം. അതാണ് അതിന്റെ അർത്ഥം. ഡു യു ഹാപ്പൻ ടു ഹാവ് ഡയബറ്റീസ് എന്ന് ചോദിക്കാം. മനസ്സിലായോ? അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹാപ്പൻ ടു ഹാവ് എന്നാണ്. അതായത് ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് എങ്ങാനും ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടോ എന്ന് ഒരാളോട് ചോദിക്കണമെങ്കിൽ ഡു യു ഹാപ്പൻ ടു ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് ചോദിക്കാം. ഡു യു ഹാപ്പൻ ടു ഹാവ്.
ഇത് വേറെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഒരാളോട് ചോദിക്കണം, നിങ്ങളുടെ കയ്യിൽ അയാളുടെ നമ്പർ എങ്ങാനും ഉണ്ടോ. അവിടെ നമ്മൾ ചോദിക്കുന്നത് ബൈ ചാൻസ് ഉണ്ടോ എന്നാണല്ലോ. അവിടെ നമുക്ക് ചോദിക്കാം ഡു യു ഹാപ്പൻ ടു ഹാവ് ഹിസ് നമ്പർ എന്ന്. ഡു യു ഹാപ്പൻ ടു ഹാവ് ഹിസ് നമ്പർ. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഡു യു വെച്ചാണ് തുടങ്ങിയത്, പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത് അല്ലെ. ഇനി പാസ്റ്റ് ടെൻസിൽ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കണമെങ്കിലോ, നിങ്ങൾ എങ്ങാനും എന്റെ ഫോൺ കണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, അതായത് നിങ്ങൾ എന്റെ ഫോൺ കണ്ടോ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ എങ്ങാനും ബൈ ചാൻസ് എന്റെ ഫോൺ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് പാസ്റ്റ് ടെൻസ് ആണല്ലോ. അവിടെ നമ്മൾ ഡിഡ് വെച്ച് ചോദ്യം തുടങ്ങും. ഡിഡ് യു ഹാപ്പൻ ടു സീ മൈ ഫോൺ എന്ന് ചോദിക്കാം. ഡിഡ് യു ഹാപ്പൻ ടു സീ മൈ ഫോൺ, എങ്ങാനും എന്റെ ഫോൺ കണ്ടോ എന്ന് ആണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഒരാൾക്ക് ഇങ്ങനെ ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാര്യമല്ലേ. അങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ നമ്മളോട് പറയണം എനിക്ക് ഇങ്ങനെ ഈ അസുഖമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താ പറയാ, അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അയാൾ നമ്മളോട് പറഞ്ഞത് അല്ലേ. അപ്പൊ അവിടെ നമുക്ക് പറയാവുന്നത് ഐ എം സോറി ടു ഹിയർ ദാറ്റ് എന്നാണ്. മനസ്സിലായോ? അങ്ങനെ കേട്ടതിൽ നമുക്ക് വിഷമമുണ്ട്, അങ്ങനെ കേൾക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട്, വിഷമമുണ്ട് എന്നാണ് അർത്ഥം. ഐ എം സോറി ടു ഹിയർ ദാറ്റ്. അപ്പൊ മുൻപ് ആരെങ്കിലും വളരെ സന്തോഷമുള്ള ഒരു കാര്യം നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ഐ എം സോ ഹാപ്പി ഫോർ യു എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ നമ്മൾ പറയുന്നതാണ് ഐ എം സോറി ടു ഹിയർ ദാറ്റ്. അപ്പൊ ആരെങ്കിലും നമ്മളോട് പറയാണ് അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, ഐ ലോസ് മൈ ജോബ് എന്ന് പറയുമ്പോൾ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ദാറ്റ്സ് ടെറിബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ദാറ്റ്സ് ടു ബാഡ്, അതായത് കഷ്ടമായി പോയി എന്നാണ് അർത്ഥമാക്കുന്നത്. ദാറ്റ്സ് ടു ബാഡ്. ഇതൊക്കെ നമുക്ക് അവിടെ പറയാം. ഇനി നമുക്ക് ഈ മറവിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. പലപ്പോഴും പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ ആളുകളുടെ പേര് ചിലപ്പോൾ മറന്നുപോകും. നമുക്കതിവിടെ ഉണ്ട് പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ എം സോറി ഐ ഫൊർഗോട്ട് യുവർ നെയിം. സോറി കേട്ടോ, ഞാൻ ആ പേര് മറന്നുപോയി എന്ന് പറയും അല്ലെ. ഐ എം സോറി ഐ ഫൊർഗോട്ട് യുവർ നെയിം. എന്നിട്ട് ഞാനതങ്ങ് വിട്ടുപോയി, മനസ്സിൽ നിന്ന് അങ്ങ് പോയി എന്ന് പറയില്ലേ, അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് ആണ് സ്ലിപ്പ് മൈ മൈൻഡ്. അപ്പൊ അവിടെ പറയാം ഇറ്റ് ജസ്റ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. അതങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടുപോയി എന്ന് പെട്ടെന്ന്. ഇറ്റ് ജസ്റ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. ഇപ്പൊ എനിക്ക് പറയണം ഞാൻ നിങ്ങളെ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു, പക്ഷെ ഞാനതങ്ങ് വിട്ടുപോയി. അവിടെ നമുക്ക് പറയാവുന്നത് ബട്ട് ഇറ്റ് ടോട്ടലി സ്ലിപ്ഡ് മൈ മൈൻഡ്. ഞാനതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയി എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ടോട്ടലി സ്ലിപ്ഡ് മൈ മൈൻഡ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് സ്ലിപ്ഡ് ഫ്രം മൈ മൈൻഡ് എന്നൊന്നും പറയണ്ട കേട്ടോ. ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് എന്ന് മാത്രമാണ് ആ ഫ്രേസ് വരുന്നത്. അപ്പൊ ഞാൻ തൊട്ട് മുൻപേ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ വിളിക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു, വിചാരിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയില്ലേ. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന എന്താണെന്നറിയാമോ? ഐ വാസ് മീനിങ് ടു കോൾ യു എന്നാണ്. ടു മീൻ ടു ഡു സംതിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നാണ്. ഐ വാസ് മീനിങ് ടു കോൾ യു ബട്ട് ഇറ്റ് ടോട്ടലി സ്ലിപ്ഡ് മൈ മൈൻഡ്. മനസ്സിലായല്ലോ? ഐ വാസ് മീനിങ് ടു കോൾ യു. അവിടെ മീനിങ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു, ചെയ്യണം എന്നുള്ളൊരു ഇന്റൻഷൻ, ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ ഞാൻ പറയാണ് എന്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി. ഐ ഹവ് ബീൻ മീനിങ് ടു ഗെറ്റ് മൈ ഐസ് ടെസ്റ്റഡ് ഫോർ ഡേയ്സ്. കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇങ്ങനെ കരുതുന്നത്. ഐ ഹവ് ബീൻ മീനിങ് ടു ഗെറ്റ് മൈ ഐസ് ടെസ്റ്റഡ് ഫോർ ഡേയ്സ്. അവളെ ഒന്ന് ചെന്ന് കാണണം എന്ന് വിചാരിക്കുന്നത് കുറെ കാലമായി. ഐ ഹവ് ബീൻ മീനിങ് ടു വിസിറ്റ് ഹർ ഫോർ ഏജസ്. കുറെ കാലമായി, ആ അർത്ഥത്തിലാണ് ഫോർ ഏജസ് എന്ന് പറയുന്നത് കേട്ടോ. ഫോർ ഏജസ്. ഐ ഹവ് ബീൻ മീനിങ് ടു വിസിറ്റ് ഹർ ഫോർ ഏജസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയില്ലേ, കുറച്ചു കാലമായിട്ട് എനിക്ക് ഭയങ്കര മറവിയാണ്, മറന്നു പോകുന്നുണ്ട് കാര്യങ്ങൾ എന്ന് പറയില്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് മറന്നു പോകുന്ന ഒരാളെ കുറിച്ച് പറയാൻ ഒരു ആഡ്ജക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വാക്കാണ് ഫൊർഗെറ്റ്ഫുൾ. ഫൊർഗെറ്റ്ഫുൾ എന്ന് വെച്ചാൽ അങ്ങനെ മറന്നു പോകുന്ന പ്രകൃതമുള്ള ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് പറയാവുന്നത് ഐ ഹവ് ബീൻ സോ ഫൊർഗെറ്റ്ഫുൾ ലേറ്റ്ലി എന്നാണ്. ഈയിടെയായി, റീസെന്റ്ലി, ഈയിടെയായി, അതാണ് ലേറ്റ്ലി. ഞാൻ സ്ഥിരമായിട്ട് കാര്യങ്ങൾ മറക്കുന്നുണ്ട്. ഐ ഹവ് ബീൻ സോ ഫൊർഗെറ്റ്ഫുൾ ലേറ്റ്ലി. എനിക്ക് എന്ത് മറവിയാന്ന് നിനക്കറിയാലോ. യു നോ ഹൗ ഫൊർഗെറ്റ്ഫുൾ ഐ ആം. എനിക്ക് നല്ല മറവിയുള്ള ഒരാളാണ് ഞാൻ. യു നോ ഹൗ ഫൊർഗെറ്റ്ഫുൾ ഐ ആം. മനസ്സിലായോ? അവിടെയും ഫൊർഗെറ്റ്ഫുൾ എന്ന് വെച്ചാൽ ഈ മറക്കുന്ന പ്രകൃതത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ പ്രകൃതത്തിന് ഫൊർഗെറ്റ്ഫുൾനെസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ മറക്കുന്ന ഒരാളെ കുറിച്ചാണ് ഫൊർഗെറ്റ്ഫുൾ ആയ ഒരാള് എന്ന് നമ്മൾ പറയുക. അതുപോലെ നമ്മൾ പലപ്പോഴും പലരോടും പറയാറുള്ള ഒരു കാര്യമാണ് ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് ഭയങ്കര തിരക്കാണ് എന്ന്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ളതാണല്ലോ നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അവിടെ എല്ലായിടത്തും ഈ ബിസി എന്നുള്ള വാക്ക് തന്നെ യൂസ് ചെയ്യണം എന്നില്ല. അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫ്രേസസ് ഇംഗ്ലീഷിലുണ്ട്. അതിലൊന്നാണ്
ഇൻ എ ഹറി എന്ന് പറയുന്നത്. ഇപ്പൊ ബിസി എന്ന് പറയുന്നതും ഈ ഇൻ എ ഹറി എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ബിസി എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇൻ എ ഹറി എന്ന് പറയുന്നതിന് ചെറിയൊരു വ്യത്യാസം ഉള്ളത്, നമ്മളവിടെ എന്തെങ്കിലും ഒരു കാര്യം തിടുക്കത്തില് വളരെ ക്വിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഐ എം ഇൻ എ ഹറി എന്ന്. മനസ്സിലായോ? അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു വർക്കിംഗ് ഡേ മോർണിംഗ് രാവിലെ സമയത്ത് ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മൾ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവിടെ നമുക്ക് പറയാം ഐ കോൾ യു ലേറ്റർ, ഐ എം ഇൻ എ ഹറി എന്ന്. കാരണം അവിടെ നമ്മൾ പല കാര്യങ്ങള് തിരക്ക് പിടിച്ച് സ്പീഡില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ വെറുതെ ഐ എം ബിസി എന്ന് തന്നെ പറയണമെന്നില്ല, ഐ എം ഇൻ എ ഹറി എന്ന് പറയാം. ഇൻ എ ഹറി അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐ എം ഇൻ എ ബിറ്റ് ഓഫ് എ ഹറി എന്ന് പറയും. ഐ എം ഇൻ എ ബിറ്റ് ഓഫ് എ ഹറി. ഐ എം ഇൻ ബിറ്റ് ഓഫ് എ ഹറി അല്ല കേട്ടോ, എ ബിറ്റ് ഓഫ് എ ഹറി. അവിടെയും അങ്ങനെയും പറയാം. ഇതേപോലെ നമുക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല, വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, അങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഐ എം ഇൻ നോ ഹറി എന്നും പറയാം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്നു, അവര് നമ്മളോട് ചോദിക്കുകയാണ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ധൃതിയിലല്ല നമ്മളെങ്കിലും എന്ത് പറയും? എനിക്ക് അങ്ങനെ കാത്തു നിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ് എന്ന് പറയാം. ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ ബുദ്ധിമുട്ടില്ല എന്ന്. ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ്, ഐ എം നോട്ട് ഇൻ എനി ഹറി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, ഐ എം നോട്ട് ഇൻ എനി ഹറി. അല്ലെങ്കിൽ ഐ എം ഇൻ നോ ഹറി എന്നും പറയാം. അപ്പോൾ ഐ എം നോട്ട് ഇൻ എനി ഹറി തന്നെയാണ് ഐ എം ഇൻ നോ ഹറി എന്ന് പറയുന്നത്. അപ്പൊ തിരക്കുണ്ടെങ്കിൽ ഐ എം ഇൻ എ ഹറി, അല്ലെങ്കിൽ ഐ എം ഇൻ എ ബിറ്റ് ഓഫ് എ ഹറി. തിരക്കില്ലെങ്കിൽ ഐ എം നോട്ട് ഇൻ എനി ഹറി, അല്ലെങ്കിൽ ഐ എം ഇൻ നോ ഹറി. ചിലപ്പോൾ നമ്മളിങ്ങനെ പറയാറില്ലേ, ആരെങ്കിലും നമ്മളെ കാണാൻ നമ്മുടെ വീട്ടിൽ വന്ന ഉടനെ തന്നെ പോട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? പോവാൻ എന്താ ഇത്ര തിരക്ക്, ഇത്ര ധൃതി എന്താന്ന് ചോദിക്കും അല്ലെ. അവിടെ നമുക്ക് ചോദിക്കാവുന്നത് വൈ ആർ യു ഇൻ സച്ച് എ ഹറി എന്ന് ചോദിക്കും. വൈ ആർ യു ഇൻ സച്ച് എ ഹറി ടു ലീവ്? പോകാൻ എന്താ ഇത്ര ധൃതി കൂട്ടുന്നതെന്ന്. വൈ ആർ യു ഇൻ സച്ച് എ ഹറി ടു ലീവ്? ഇതുപോലെയുള്ള വേറൊരു ഫ്രേസ് ആണ് ഇൻ ദ മിഡിൽ ഓഫ് സംതിങ്. അതെപ്പോഴാണ് പറയുന്നതെന്ന് അറിയാമോ? നമ്മളിപ്പോ കിച്ചണിൽ എന്തെങ്കിലും ഒരു കാര്യം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുക്കിങ്ങിന്റെ നടുവിലാണ് നമ്മൾ. ആ സമയത്താണ് അടുത്ത മുറിയിൽ നിന്ന് നമ്മുടെ മോനോ മോളോ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയുക? ഈ ജോലിയുടെ ഇടയ്ക്കാണ് നമ്മൾ അല്ലെ, കുക്കിങ്ങിന്റെ ഇടയ്ക്കാണ് നമ്മൾ. അപ്പൊ നമ്മൾ പറയും ഐ എം ഇൻ ദ മിഡിൽ ഓഫ് സംതിങ് റൈറ്റ് നൗ എന്ന്. മനസ്സിലായോ? ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തീർന്നിട്ടില്ല, ഐ എം ഇൻ ദ മിഡിൽ ഓഫ് സംതിങ് റൈറ്റ് നൗ. അല്ലെങ്കിൽ ഓഫീസിൽ നമ്മളൊരു മീറ്റിംഗിന്റെ നടുക്കാണ്, അതിന്റെ ഇടയിൽ വെച്ചിട്ട് ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞേക്കാം can I call back later, I am in the middle of a meeting എന്ന്. I am in the middle of a meeting. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഈ കാരണം എന്നതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ റീസൺ എന്ന് പറയുന്നത്. പക്ഷെ ഈ റീസൺ എന്ന വാക്ക് വരുന്ന ഒരുപാട് ഫ്രേസസ് ഉണ്ട്. ഫോർ സം റീസൺ അല്ലെങ്കിൽ ഫോർ നോ റീസൺ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. എല്ലാത്തിനും നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് വെച്ചിട്ടുള്ള കുറച്ച് സെന്റൻസസ് നോക്കാം. ഇപ്പൊ നമുക്ക് പറയണം, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അയാൾ എപ്പോഴും ദേഷ്യപ്പെടുകയാണ്. നമ്മൾ എന്ത് പറയും? ഹി ഓൾവേസ് ഗെറ്റ്സ് ആംഗ്രി ഫോർ നോ റീസൺ. പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ, ഒരു കാരണവും കൂടാതെ, അതിനാണ് ഫോർ നോ റീസൺ എന്ന് പറയുന്നത്. ഹി ഓൾവേസ് ഗെറ്റ്സ് ആംഗ്രി ഫോർ നോ റീസൺ. വേറൊരെണ്ണം, ചിലപ്പോ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ അവള് കരയാറുണ്ട്. സംടൈംസ് ഷീ ക്രൈസ് ഫോർ നോ റീസൺ അറ്റ് ഓൾ. പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ, അതാണ് ഫോർ നോ റീസൺ അറ്റ് ഓൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂട്ടോ. ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും കാരണം കൊണ്ട്, എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വൈകിയാലോ? അവിടെ എന്താണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട് ഇഫ് വി ആർ ലേറ്റ് ഫോർ സം റീസൺ ഓർ അതർ? കണ്ടോ അവിടെ, ഫോർ സം റീസൺ ഓർ അതർ, അല്ലെങ്കിൽ ഫോർ സം റീസൺ ഓർ അനദർ എന്നും പറയാം കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞെന്ന് നോക്കൂ, അങ്ങനെ വൈകിയാലോ എന്നാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ വാട്ട് ഇഫ്, എങ്ങാനും അങ്ങനെ സംഭവിച്ചാലോ, അവിടെയാണ് നമ്മൾ ഈ വാട്ട് ഇഫ് എന്നുള്ളൊരു ഫ്രേസ് കൂടെ യൂസ് ചെയ്യുന്നത്. വാട്ട് ഇഫ് വി ആർ ലേറ്റ് ഫോർ സം റീസൺ ഓർ അതർ? എന്തെങ്കിലും കാരണവശാൽ, എന്താണെന്ന് നമുക്കറിയില്ല, എന്തെങ്കിലും കാരണം കൊണ്ട്, അതാണ് ഫോർ സം റീസൺ ഓർ അതർ. ഇനി എന്താണ് കാരണം എന്ന് ഈ പറയുന്ന എനിക്ക് അറിയാനേ വയ്യെങ്കിൽ അവിടെ ഞാൻ ഫോർ സം റീസൺ എന്ന് മാത്രം പറയും. ഞാൻ എക്സാമ്പിൾ പറയാം. എന്താ കാരണം എന്ന് എനിക്കറിയില്ല, എന്തോ കാരണം കൊണ്ട് എന്നും രാത്രി 2 മണിക്ക് ഞാൻ സ്ഥിരമായിട്ട് ഉണരുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, കാരണം എനിക്ക് അറിയാനും വയ്യ. അവിടെ ഞാൻ ഇംഗ്ലീഷിൽ പറയാ ഫോർ സം റീസൺ ഐ കീപ് വേക്കിംഗ് അപ്പ് അറ്റ് 2 എവ്രി നൈറ്റ് എന്നാണ്.
ഐ കീപ് വേക്കിംഗ് അപ്പ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇതിങ്ങനെ തുടർന്ന് നടക്കുന്നുണ്ട്. ഐ കീപ് വേക്കിംഗ് അപ്പ്. അത് കാരണം അറിയാത്തത് കൊണ്ടാണ് ഫോർ സം റീസൺ ഐ കീപ് വേക്കിംഗ് അപ്പ് ടു എവറി നൈറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ഇതുപോലെ വേറൊരെണ്ണം, എന്താ കാരണം എന്നറിയില്ല, അവൻ ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കാറില്ല. എന്ത് പറയും? ഫോർ സം റീസൺ ഹി ഡസന്റ് ആൻസർ മൈ കോൾസ്. മനസ്സിലായോ? കാരണം നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഫോർ സം റീസൺ എന്ന് പറയുന്നത്. കാരണം ഇല്ല എന്നല്ല, ഫോർ നോ റീസൺ എന്ന് പറയാൻ പറ്റില്ല. എന്തോ കാരണമുണ്ട്, എന്താ നമുക്കറിയില്ല. ഫോർ സം റീസൺ ഹി ഡസന്റ് ആൻസർ മൈ കോൾസ്. അപ്പോ ഇങ്ങനെ ഫോൺ എടുക്കാത്ത ആളെ പിന്നെ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് കിട്ടിയോ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? നീ എന്താണ് ഞാൻ ഫോൺ വിളിച്ചാല് ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കും അല്ലെ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? വൈ ഡോണ്ട് യു പിക്ക് അപ്പ് യുവർ ഫോൺ? എന്താണ് ഫോൺ എടുത്ത് ആൻസർ ചെയ്യാത്തതെന്ന്. വൈ ഡോണ്ട് യു പിക്ക് അപ്പ് യുവർ ഫോൺ? ഇനി എന്തുകൊണ്ടാണ് നീ ഫോൺ എടുത്ത് സംസാരിക്കാതിരുന്നത് അല്ലെങ്കിൽ ആൻസർ ചെയ്യാതിരുന്നത് എന്ന് പാസ്റ്റ് ടെൻസ് ആയിട്ട് ചോദിക്കണമെങ്കിൽ വൈ ഡിഡ്ന്റ് യു പിക്ക് അപ്പ് യുവർ ഫോൺ എന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രസന്റ് ടെൻസിൽ ഇപ്പോഴത്തെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ വൈ ഡോണ്ട് യു, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് വേറൊരാളോട് ചോദിക്കുമ്പോൾ വൈ ഡിഡ്ന്റ് യു എന്ന് ചോദ്യം വരും. വൈ ഡിഡ്ന്റ് യു പിക്ക് അപ്പ് യുവർ ഫോൺ എന്നാണ് അവിടെ ചോദിക്കുക. അപ്പൊ ഒരാള് ഫോൺ ചെയ്യുമ്പോൾ ആ ഫോൺ എടുത്താണല്ലോ നമ്മൾ ആൻസർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ടു പിക്ക് അപ്പ് ദ ഫോൺ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ പിക്ക് ദ ഫോൺ എന്നല്ല, പിക്ക് അപ്പ് ദ ഫോൺ എന്ന് പറയാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ചിലരോട് പറയില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ അവരോട് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കണേന്ന്. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആ പറഞ്ഞ അത്ര റെസ്പോൺസിബിലിറ്റി അവർ കാണിച്ചില്ല, എന്തെങ്കിലും അശ്രദ്ധയൊക്കെ കാരണം കുഴപ്പങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് പറയും? കണക്കായി പോയി, അത് കിട്ടേണ്ടതായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ? അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നത് ഇറ്റ് സെർവ്സ് യു റൈറ്റ് എന്നാണ്. അതായത് നിനക്കത് കിട്ടേണ്ടത് തന്നെ ആയിരുന്നു, നന്നായുള്ളൂ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് പറയണം, നീ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറരുതായിരുന്നു, നിനക്കത് കിട്ടേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ യു ഷുഡന്റ് ഹാവ് ബീൻ സോ ഇറസ്പോൺസിബിൾ, ഇറ്റ് സെർവ്സ് യു റൈറ്റ് എന്ന് പറയും. യു ഷുഡന്റ് ഹാവ് ബീൻ സോ ഇറസ്പോൺസിബിൾ, ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറരുതായിരുന്നു, അപ്പൊ നിനക്കിത് ഇങ്ങനെ തന്നെ കിട്ടണം, ഇറ്റ് സെർവ്സ് യു റൈറ്റ്. ഇനി നിങ്ങൾക്ക് അറിയാലോ, ഈ ട്രൈ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശ്രമിക്കുക എന്നാണ് അല്ലെ? അപ്പൊ അവിടുത്തെ ഒരു വേർബ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് പറയണം, നിങ്ങൾ സമയത്തിന് വരാൻ ശ്രമിക്കൂ. ട്രൈ ടു ബി ഓൺ ടൈം, ട്രൈ ടു ബി ഓൺ ടൈം. ഇനി നിങ്ങൾ ലേറ്റ് ആകാതിരിക്കാൻ ശ്രമിക്കൂ എന്ന് പറയണമെങ്കിൽ ട്രൈ നോട്ട് ടു ബി ലേറ്റ് എന്ന് പറയാം. ട്രൈ നോട്ട് ടു ബി ലേറ്റ്. ഇവിടെ രണ്ട് എക്സാമ്പിൾസിലും നമ്മൾ ശ്രമിക്കുക എന്ന അർത്ഥത്തിലാണ് ട്രൈ യൂസ് ചെയ്തത്. അവിടെ ഇതൊരു വേർബാണ്. പക്ഷെ ഈ ട്രൈ ഒരു വേർബായിട്ട് തന്നെ വേറെ അർത്ഥത്തിലും വരാം. ഇപ്പോ എനിക്ക് പറയേണ്ടത്, എൻ്റെ ഫ്രണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ ആ കേക്ക് നന്നായി വന്നില്ല. അപ്പൊ ഞാൻ എന്ത് പറയും? വേറൊരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറയുമല്ലോ. അപ്പൊ പരീക്ഷിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ട്രൈ യൂസ് ചെയ്യും. അപ്പൊ എനിക്ക് പറയാം, ട്രൈ യൂസിങ് ദിസ് റെസിപ്പി. ഞാൻ വേറൊരു റെസിപ്പി അവൾക്ക് കൊടുക്കുകയാണ്, ഒരു പാചകവിധി, എന്നിട്ട് പറയാണ് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ട്രൈ യൂസിങ് ദിസ് റെസിപ്പി എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ അയാളോട് എനിക്ക് പറയാം ട്രൈ യൂസിങ് അനദർ മെത്തേഡ് എന്ന്, അല്ലെ? വേറൊരു മാർഗം പരീക്ഷിച്ചു നോക്കൂ എന്ന് പറയാണ്. അപ്പൊ ആ അർത്ഥത്തിലും നമുക്ക് ട്രൈ യൂസ് ചെയ്യാം. പക്ഷെ വേറെയും രീതികളിൽ നമ്മൾ ട്രൈ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്രേസ് കേട്ട് കാണും, വർത്ത് എ ട്രൈ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് തെറ്റൊന്നുമില്ല, അതായത് നഷ്ടമൊന്നുമില്ല, ചിലപ്പോൾ ലാഭം ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് വർത്ത് എ ട്രൈ എന്ന്. അത് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് നമ്മളോട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയാണ്, നീ അവളോടൊന്ന് ചോദിച്ചു നോക്കൂ, അവൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ ചോദിക്കുന്നത് നല്ലതാണ്, അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതാണെന്ന്. അപ്പൊ അവിടെ എന്താ പറയാ? ആസ്ക് ഹെർ ഇഫ് ഷി ക്യാൻ ഹെൽപ്പ് യു, ഇറ്റ്സ് വർത്ത് എ ട്രൈ. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, ഇറ്റ്സ് വർത്ത് എ ട്രൈ. അല്ലെങ്കിൽ ഇറ്റ്സ് വർത്ത് ട്രൈയിങ് എന്നും ചോദിക്കാം കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇറ്റ്സ് വർത്ത് എ ട്രൈ, അല്ലെങ്കിൽ ഇറ്റ്സ് വർത്ത് ട്രൈയിങ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറഞ്ഞേക്കാം, അവളോട് ചോദിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള അർത്ഥത്തില് ഇസ് ഇറ്റ് വർത്ത് ആസ്കിങ് ഹെർ എന്ന് നമ്മുടെ ഫ്രണ്ട് നമ്മളോട് ചോദിച്ചേക്കാം. ഇസ് ഇറ്റ് വർത്ത് ആസ്കിങ് ഹെർ? അപ്പൊ അവിടെ കണ്ടോ, അതൊരു ചോദ്യം ആയതുകൊണ്ടാണ് ഇസ് ഇറ്റ് വർത്ത് ആസ്കിങ് ഹെർ എന്ന് ചോദിച്ചത്. ചോദ്യം തുടങ്ങിയത് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞാണ് അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ഡു യു തിങ്ക് ഇറ്റ് ഇസ് വർത്ത് ആസ്കിങ് ഹെർ? അവളോട് ചോദിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. അപ്പൊ ചോദ്യം എങ്ങനെ വന്നു നോക്കൂ,
ഡു യു തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ആസ്കിങ് ഹെർ? ആ ചോദ്യത്തിന്റെ ഉള്ളിലായി ആദ്യം വന്ന ചോദ്യം മനസ്സിലായോ? ഡു യു തിങ്ക് എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നില്ലേ, അതിന്റെ അകത്ത് മറ്റേ ചോദ്യം വന്നപ്പോ ചോദ്യം ഇങ്ങനെ വന്നു നോക്കൂ. ഡു യു തിങ്ക് ഇസ് ഇറ്റ് വർത്ത് എന്നല്ല, ഡു യു തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ആസ്കിങ് ഹെർ എന്നാണ് അവിടെ ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ എന്റെ ഫ്രണ്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും മറുപടി പറയുക? അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഉപദ്രവമൊന്നുമില്ലല്ലോ. There's no harm in asking എന്നായിരിക്കും ഞാൻ പറയുക. നിങ്ങൾ ആ സെന്റൻസ് ശ്രദ്ധിച്ചോ? There's no harm in asking. അങ്ങനെ ചോദിക്കുന്നതില് തകരാറൊന്നുമില്ലല്ലോ, ഉപദ്രവമൊന്നുമില്ലല്ലോ അതുകൊണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. There's no harm in asking. ഇനി വേറൊരു ഫ്രേസ് ഞാൻ പറയാം. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും പിന്നെന്താ എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസ് ആണ് ബൈ ഓൾ മീൻസ്. നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങി, നമ്മൾ ഇതും കൊണ്ട് നമ്മുടെ ഓഫീസിൽ പോയപ്പോൾ അവിടെ കൂടെയുള്ളവർ നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഫോൺ ഒന്ന് നോക്കിക്കോട്ടെ. അപ്പൊ എന്ത് ചോദിക്കും? Can I have a look at your phone എന്നാ ചോദിക്കുക അല്ലേ? Can I have a look at your phone? ആ ഫോൺ ഒന്ന് നോക്കിക്കോട്ടെ. അപ്പൊ നമ്മൾ പിന്നെന്താ ആയിക്കോളൂ എന്നുള്ളൊരു അർത്ഥത്തില് ബൈ ഓൾ മീൻസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം കണ്ട ഈ ചോദ്യം ഉണ്ടല്ലോ, ഞാൻ ആ ഫോൺ ഒന്ന് നോക്കിക്കോട്ടെ എന്നുള്ളത്, അത് നമുക്ക് ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. ഡു യു മൈൻഡ് ഇഫ് ഐ ഹാവ് എ ലുക്ക്? ഞാനൊന്ന് നോക്കിയാൽ ബുദ്ധിമുട്ടുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ ഹാവ് എ ലുക്ക്? അവിടെയും പറയാം ബൈ ഓൾ മീൻസ്. ഇതുപോലെ നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്നൊരു ഫ്രേസ് ആണ് എ ബിഗ് ഡീൽ അല്ലെങ്കിൽ നോ ബിഗ് ഡീൽ. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളെ ഒരു പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പാർട്ടിക്ക് ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ നമ്മൾ പറയണം ഐ എം സോറി, ഐ എം ലേറ്റ് ആയി പോയി, സോറി എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവർ നമ്മളോട് പറയാണ് ഇറ്റ്സ് നോ ബിഗ് ഡീൽ, അതത്ര വലിയ പ്രശ്നമൊന്നും അല്ല. ഇറ്റ്സ് നോ ബിഗ് ഡീൽ, ദ പാർട്ടി ജസ്റ്റ് സ്റ്റാർട്ടഡ് എനിവേ. എന്തായാലും പാർട്ടി ഇപ്പൊ തുടങ്ങിയുള്ളൂ, അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല. ഇറ്റ്സ് നോ ബിഗ് ഡീൽ, ദ പാർട്ടി ജസ്റ്റ് സ്റ്റാർട്ടഡ് എനിവേ. അപ്പൊ ഇവിടെ നോ ബിഗ് ഡീൽ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ അർത്ഥം നോട്ട് എ ബിഗ് ഡീൽ എന്ന് തന്നെയാണ്. പക്ഷെ കൂടുതലും നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നോ ബിഗ് ഡീൽ എന്നുള്ളതായിരിക്കും. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീലിനെക്കാളും കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് സൗണ്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോ ബിഗ് ഡീൽ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നോ ബിഗ് ഡീൽ എന്ന് വെച്ചാൽ അതൊരു പ്രശ്നമേ അല്ല, അതൊരു കുഴപ്പമില്ലാതുകൊണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ ഈ ബിഗ് ഡീൽ എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു അർത്ഥത്തിലും യൂസ് ചെയ്യാം. അതൊരു പ്രശ്നമേ അല്ല എന്ന അർത്ഥത്തിൽ പറയാനും നമുക്ക് ഈ ബിഗ് ഡീൽ എന്നുള്ളത് യൂസ് ചെയ്യാം. ഇപ്പോ ഞാൻ പറയാണ്, ജോണിന് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. ആ ഇന്റർവ്യൂ പാസ്സാകുക എന്നുള്ളത് അയാൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും, ദിസ് ഇന്റർവ്യൂ ഇസ് എ ബിഗ് ഡീൽ ഫോർ ജോൺ. ജോണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണല്ലോ. ദിസ് ഇന്റർവ്യൂ ഇസ് എ ബിഗ് ഡീൽ ഫോർ ജോൺ. അവിടെ അങ്ങനെ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ അടുത്ത സെന്റൻസ് നോക്കൂ. ഇപ്പോ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ട്രെയിൻ മിസ്സായി. ട്രെയിൻ മിസ്സായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയാണ് വാട്ട്സ് എ ബിഗ് ഡീൽ, അതിനെന്താണ് ഇത്ര വലിയ പ്രശ്നം? കണ്ടോ, അവിടെ അതൊരു പ്രശ്നമേ അല്ല എന്ന് പറയാനും ഇത് ഉപയോഗിച്ചു. വാട്ട് ഇസ് ദ ബിഗ് ഡീൽ? ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. ഇത് ലോകാവസാനമൊന്നും അല്ലല്ലോ, ലോകാവസാനിക്കാൻ പോകല്ലോ. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. വാട്ട് ഇസ് ദ ബിഗ് ഡീൽ എന്നാണ് ഇവിടെ ചോദിച്ചത്. ഇതേപോലെ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു ഇഡിയമാണ് ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? ഇപ്പൊ ചില കാര്യങ്ങള് ചെയ്യാൻ അറിഞ്ഞുകൂടാന്ന് പറയുന്നവരുണ്ട്. അത് ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, എങ്കിലും അവർ പറയണം എനിക്കത് ചെയ്യാൻ അറിയില്ല, എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാം ഇത് ഇത്ര വലിയൊരു സംഭവമാണോ എന്ന്. അവിടെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന്. അപ്പൊ നമ്മളോട് നമ്മുടെ ഒരു ഫ്രണ്ട് പറയാണ് എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ എന്ത് പറയും? കം ഓൺ, ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്. ഇത് കേക്ക് ഉണ്ടാക്കുന്ന കാര്യമല്ലേ, ഇത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം യൂസ് ചെയ്യുക, മിക്സ് ചെയ്യുക, കേക്ക് ഉണ്ടാക്കുക. ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന്. അതുപോലെ കാർ ഓടിക്കുന്നത്, കാർ ഓടിക്കാത്തവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടാവാം അല്ലെ? അപ്പോ അതിന് ഭയങ്കര മടിയൊക്കെ കാണിക്കുമ്പോൾ വേറെ ആരെങ്കിലും ഇവരെ കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിച്ച് അത് ലൈസൻസ് എടുപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കാം പറയുന്നത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സംഭവമൊന്നും അല്ല. ഡ്രൈവിംഗ് എ കാർ ഇസ് നോട്ട് റോക്കറ്റ് സയൻസ്. ഇസ് ഇറ്റ്? ആണോ? അങ്ങനെ ഒരു സംഭവം ആണോ? അതിനാണ് നമ്മൾ ഇസ് ഇറ്റ് എന്ന് ചോദിച്ചത്. ഡ്രൈവിംഗ് ഇസ് നോട്ട് റോക്കറ്റ് സയൻസ്. ഇസ് ഇറ്റ്? അപ്പൊ നമ്മൾ സെന്റൻസിൽ പറഞ്ഞ എന്താണ്? ഡ്രൈവിംഗ് ഇസ് നോട്ട് റോക്കറ്റ് സയൻസ്.
ഡ്രൈവിംഗ് ഒരു റോക്കറ്റ് സയൻസ് അല്ല, ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, ആണോ എന്ന് ചോദിക്കാനാണ് ഇസ് ഇറ്റ് എന്ന് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ കാർ ഓടിക്കാൻ മടിയുള്ള ആള് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിന് പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ എന്തായിരിക്കും പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ വളരെ ഈസി ആണെന്ന് തോന്നും, ഇറ്റ് മേ സൗണ്ട് സിമ്പിൾ. കേൾക്കുമ്പോ, ഈ ഒരു കാര്യം കേൾക്കുമ്പോ അല്ലെങ്കിൽ ഈ ഒരു ആശയം മനസ്സിലാക്കുമ്പോ അത് വളരെ എളുപ്പമാണെന്ന് തോന്നും, ഇറ്റ് മേ സൗണ്ട് സിമ്പിൾ എന്നാണ് അവിടെ നമ്മൾ പറയുക. ഇതുപോലെ നമുക്ക് വേറെയും സെന്റൻസസ് പറയാം. ഇപ്പൊ ആരെങ്കിലും ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ്, ഒരു ഐഡിയ പറയാണ്, ഈ ഐഡിയയെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്. ആ ഐഡിയ കൊള്ളാം, ആ ആശയം കൊള്ളാം എന്ന് നമ്മൾ പറയില്ലേ, നന്നായിരിക്കുന്നു, ആ അർത്ഥത്തിലാണ് നമ്മൾ ഇറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ അതിന്റെ ശബ്ദത്തെ കുറിച്ചല്ല ഇവിടെ സൗണ്ട് എന്നുള്ളൊരു വേർബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഐഡിയയെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, അത് കേട്ടിട്ട് കൊള്ളാം ആ ആശയം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഒരാള് പറഞ്ഞൊരു ആശയം നമുക്കത് കേട്ടിട്ട് ഇതിനു മുൻപ് എങ്ങും കേട്ടിട്ടില്ലാത്ത പോലെയുള്ള ഒരു ആശയം, എന്തോ പോലെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു എന്ന് പറയണമെങ്കിൽ ഇറ്റ് സൗണ്ട്സ് സ്ട്രേഞ്ച് അല്ലെങ്കിൽ ഇറ്റ് സൗണ്ട്സ് വിയർഡ് എന്നൊക്കെ നമ്മൾ പറയും. അവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചത് ഒരേ വാക്കാണ്, ഇറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, ഇറ്റ് സൗണ്ട്സ് വിയർഡ് എന്നൊക്കെ. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കൂ എന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ പറയുന്നത് എന്താണ്? ഇറ്റ് മേ സൗണ്ട് സിമ്പിൾ ബട്ട് ഇറ്റ് ഇസ് ബിയോണ്ട് മീ. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല, അതായത് എന്റെ കഴിവിനും അപ്പുറമാണ്, എനിക്കത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്നൊക്കെയാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അത്ര ബുദ്ധിമുട്ടാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഈ പറയുന്നത്. അതാ പറയുന്നത് ഇറ്റ് ഇസ് ബിയോണ്ട് മീ. അപ്പോൾ ഇഫ് സംതിങ് ഈസ് ബിയോണ്ട് യു, അതിന്റെ അർത്ഥം അത് ചെയ്യാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നു, നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നാണ്. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, ഫിസിക്സ് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പറയും ഫിസിക്സ് ഇസ് ബിയോണ്ട് മീ, എന്റെ കഴിവിനും അപ്പുറമാണ് എന്ന്, എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു, ഇറ്റ്സ് ബിയോണ്ട് മീ. മനസ്സിലായോ അതെങ്ങനെയാണ് ഫ്രേസ് യൂസ് ചെയ്യുന്നതെന്ന്? അപ്പൊ ഈ ബിയോണ്ട് മീ എന്ന് പറയുന്ന ഫ്രേസ് നമുക്ക് ഇങ്ങനെ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് നമ്മുടെ കഴിവിൽ നിൽക്കുന്നതല്ല എന്ന അർത്ഥത്തിൽ പറയാം. വേറൊരു അർത്ഥം കൂടി ഇതിനുണ്ട്, ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല, എന്താ ഇവരിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പിടി കിട്ടുന്നില്ല എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിലും നമുക്ക് ബിയോണ്ട് മീ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പറയേണ്ടത് അയാൾ എന്താണ് ഈ ജോലി ഇങ്ങനെ വേണ്ടാന്ന് വെച്ചത്, ജോലി ഉപേക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അവിടെ പറയാവുന്നത് വൈ ഹി ലെഫ്റ്റ് ദ ജോബ് ഇസ് ബിയോണ്ട് മീ. എന്തുകൊണ്ട് ഈ ജോലി ഇയാൾ ഉപേക്ഷിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇറ്റ്സ് ബിയോണ്ട് മീ എന്ന്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റി പറയാറില്ലേ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇവളിതെല്ലാം കൂടെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഹൗ ഷി ഫൈൻഡ്സ് ടൈം ടു ഡു എവ്രിതിങ് ഇസ് ബിയോണ്ട് മീ. നമുക്കത് മനസ്സിലാവുന്ന കാര്യമല്ല ഇവളെങ്ങനെ ഇതെല്ലാം ചെയ്യുന്നു എന്ന്. ഹൗ ഷി ഫൈൻഡ്സ് ടൈം ടു ഡു എവ്രിതിങ് ഇസ് ബിയോണ്ട് മീ. അപ്പൊ ഇതാണ് ഇവിടെ ഒരു കാര്യമായിട്ട് നമ്മൾ പറയുന്നത്, എല്ലാം കൂടി ഇവള് ചെയ്യുന്നു, ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അവിടെ നമ്മൾ ഇസ് ബിയോണ്ട് മീ എന്ന് പിന്നെ പറഞ്ഞത്. ഏകദേശം ഇതേ അർത്ഥത്തിൽ വേറൊരു ഫ്രേസ് കൂടെ ഉണ്ട്, ഇറ്റ് ബീറ്റ്സ് മീ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് പിടികിട്ടുന്നില്ല എന്നാണ്, ഇറ്റ് ബീറ്റ്സ് മീ. അപ്പൊ നമുക്കറിയാവുന്ന ഒരാളെ പറ്റി പറയാണ്, അയാൾ ഒറ്റയ്ക്കാണ് കഴിയുന്നത്, അയാൾക്ക് ഓൾറെഡി ഒരു കാറുണ്ട്, ഇപ്പൊ അയാൾ വേറൊരു കാർ കൂടെ വാങ്ങണം എന്ന് വിചാരിക്കുകയാണ്, ഇത് എന്തിനാണ് അയാൾ വീണ്ടും ഒരു കാർ വാങ്ങുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അവിടെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ബീറ്റ്സ് മീ വൈ ഹി വാണ്ട്സ് അനദർ കാർ. ഇറ്റ് ബീറ്റ്സ് മീ വൈ ഹി വാണ്ട്സ് അനദർ കാർ. മനസ്സിലായോ? എന്തുകൊണ്ട് ഇയാൾക്ക് ഇനിയും ഒരു കാറ് വേണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. പക്ഷേ ഇറ്റ് ബീറ്റ്സ് മീ എന്ന് പറയുന്ന ഈ ഫ്രേസ് നമുക്ക് വേറൊരു അർത്ഥത്തിലും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഓർത്ത് നോക്കൂ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എവിടെയെങ്കിലും നിൽക്കുകയാണ്, അപ്പൊ വേറൊരാള് എന്തോ ഞങ്ങളോട് പറഞ്ഞു, പക്ഷെ അയാൾ വളരെ അവ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്റെ ഫ്രണ്ട് എന്നോട് ചോദിക്കുകയാണ് വാട്ട്സ് ഈ സേയിങ്, അയാൾ എന്താ പറഞ്ഞത്? അപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ പറയാണ് ബീറ്റ്സ് മീ, എനിക്കും പിടികിട്ടിയില്ല, ബീറ്റ്സ് മീ. ഇറ്റ് ബീറ്റ്സ് മീ എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ ബീറ്റ്സ് മീ എന്ന് മാത്രം പറയുന്നത്. അങ്ങനെയും നമുക്ക് ഈ ഫ്രേസ് പറയാം. ഇനി അടുത്ത ഫ്രേസ് ടു ഫിഗർ ഔട്ട് സംതിങ് അല്ലെങ്കിൽ ടു ഫിഗർ ഔട്ട് സംബഡി. അതിന് മുൻപ് ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളതിന് ടു ഫൈൻഡ് ഔട്ട് എന്ന് പറയാമല്ലോ, അത് നിങ്ങൾ കേട്ട് കാണും. അപ്പൊ ഈ ഫൈൻഡ് ഔട്ടും ഫിഗർ ഔട്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസം എന്താന്ന് വെച്ചാൽ ടു ഫിഗർ ഔട്ട് സംതിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, കുറച്ച് സമയം എടുത്താണ് ഒരു വേ ഔട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ടു ഫിഗർ ഔട്ട് സംതിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ മുൻപ് പറഞ്ഞ കേക്ക് ഉണ്ടാക്കുന്ന കാര്യം തന്നെ എടുക്കാം.
കേക്ക് ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് ചെയ്തു. പക്ഷെ കേക്ക് ആയി വന്നപ്പോ ഇത് താന്നുപോയി, കേക്ക് വേണ്ട രീതിയിൽ പൊങ്ങിയില്ല എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് പറയും? എവിടെയാണ് എന്താണ് പറ്റിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെ? അവിടെ അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയും വി നീഡ് ടു ഫിഗർ ഔട്ട് വാട്ട് വെന്റ് റോങ്. എന്താണ് സംഭവിച്ചത്, എവിടെയാണ് പിഴവ് പറ്റിയതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വി നീഡ് ടു ഫിഗർ ഔട്ട് വാട്ട് വെന്റ് റോങ്. വേറൊരു എക്സാമ്പിൾ പറയാം. ലാബിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തു, അതെല്ലാം ശരിയായിട്ടാണ് ചെയ്തത്, പക്ഷെ അതിന്റെ റിസൾട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? എവിടെയാണ് തെറ്റിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെയും ഇതേ കാര്യം പറയാം. വി നീഡ് ടു ഫിഗർ ഔട്ട് വാട്ട് വെന്റ് റോങ്. ഇനി ഫിഗർ ഔട്ട് എന്നുള്ളതിന്റെ കൂടെ നമുക്ക് ഒരാളെ കുറിച്ചും പറയാം, ഫിഗർ ഔട്ട് സംബഡി. അവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് അയാളുടെ രീതികളിൽ നിന്ന് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പറയില്ലേ, ചില ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പിടി കിട്ടുന്നില്ല എന്ന് പറയില്ലേ, അവിടെയും ഫിഗർ ഔട്ട് എന്ന് പറയും. ഐ കാൺട്ട് ഫിഗർ ഹെർ ഔട്ട്. അവള് എന്താണ്, അവളുടെ രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഐ കാൺട്ട് ഫിഗർ ഹെർ ഔട്ട്. ഇനി അടുത്ത വാക്ക് റിമൈൻഡ്. ഇത് നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് നോക്കാം. റിമൈൻഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക, ഓർമ്മിപ്പിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓർക്കുക എന്നുള്ളതിന് ടു റിമെമ്പർ എന്ന് പറയും. ഓർമ്മിപ്പിക്കുക എന്ന് പറയാനാണ് ടു റിമൈൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ എന്നെ വിളിക്കാൻ അലക്സിനെ ഓർമ്മിപ്പിക്കണേ, ഓർമ്മപ്പെടുത്തണേ എന്നതിന് റിമൈൻഡ് അലക്സ് ടു കോൾ മീ എന്ന് പറയും. റിമൈൻഡ് ഹിം ടു കോൾ മീ. അവനെ ഓർമ്മിപ്പിക്കണേ എന്ന്. റിമൈൻഡ് ഹിം ടു കോൾ മീ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയില്ലേ, അവളെ കാണുമ്പോൾ എനിക്ക് അവളുടെ അമ്മയാണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ അവള് അവളുടെ അമ്മയെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ പറയാം, അനു റിമൈൻഡ്സ് മീ ഓഫ് ഹെർ മദർ. അമ്മയെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ അല്ലെ? അതുകൊണ്ടാണ് ഷി റിമൈൻഡ്സ് മീ ഓഫ് ഹെർ മദർ എന്ന് പറയുന്നത്. അവിടെ അനു നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഓർമ്മിപ്പിച്ചതല്ല. അനു കാരണം നമ്മൾ വേറൊരാളെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. അനു റിമൈൻഡ്സ് മീ ഓഫ് ഹെർ മദർ. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ കാണുമ്പോൾ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ അറിയാമായിരുന്ന ആരെയും ഓർമ്മ വരുന്നു. യു റിമൈൻഡ് മീ ഓഫ് സംബഡി ഐ യൂസ് ടു നോ. യു റിമൈൻഡ് മീ ഓഫ് സംബഡി ഐ യൂസ് ടു നോ. പിന്നെ ചിലപ്പോ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴായിരിക്കും നമുക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. അപ്പൊ നമ്മൾ പറയും, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്കൊന്ന് ബാങ്കിൽ പോകേണ്ട കാര്യമുണ്ട്, പറയില്ലേ അങ്ങനെ? അപ്പൊ അവിടെ നമുക്ക് പറയാം, ദാറ്റ് റിമൈൻഡ്സ് മീ ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്. ദാറ്റ് റിമൈൻഡ്സ് മീ എന്ന് പറഞ്ഞാൽ അത് എന്നെ ഓർമ്മിപ്പിച്ചു എന്ന്, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തതെന്ന്. മനസ്സിലായോ? അപ്പൊ അവിടെ ദാറ്റ് റിമൈൻഡ്സ് മീ ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്. പിന്നെ മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, അയ്യോ അതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറയാറില്ലേ? ആ അർത്ഥത്തിൽ നമുക്ക് ഈ റിമൈൻഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ആയിരുന്നല്ലോ, വെക്കേഷൻ കഴിയാറായി, നാളെ സ്കൂളെല്ലാം തുറക്കുകയാണെന്ന് പറയുമ്പോൾ അവരെന്ത് പറയും? അയ്യോ എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞേക്കാം അല്ലെ? സ്കൂൾ റീഓപ്പൺസ് ടുമോറോ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞേക്കാം, ഡോണ്ട് റിമൈൻഡ് മീ. ഓർമ്മിപ്പിക്കല്ലേ, ഡോണ്ട് റിമൈൻഡ് മീ. ഇനി വേറൊരു ഫ്രേസ് നോക്കൂ, ഹാഫ് വേ ത്രൂ. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്തിന്റെയെങ്കിലും പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോന്നു, പകുതിക്ക് വെച്ച് വായന നിർത്തി എന്നൊക്കെ പറയില്ലേ? അപ്പൊ നമുക്ക് ഈ ഫ്രേസിന്റെ ആവശ്യം വരും. അപ്പൊ നമ്മൾ പറയാണ്, അതൊരു പൊട്ട സിനിമയായിരുന്നു, ഞാൻ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോന്നു. എന്ത് പറയും? ഇറ്റ് വാസ് എ ടെറിബിൾ ഫിലിം, ഐ ലെഫ്റ്റ് ഹാഫ് വേ ത്രൂ. പകുതി ആയപ്പോ പകുതിക്ക് വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു, ഞാൻ ലീവ് ചെയ്തു. ഐ ലെഫ്റ്റ് ഹാഫ് വേ ത്രൂ. അതുപോലെ ജോലിക്ക് പോകുന്നവരോ സ്കൂളിൽ പോകുന്നവരോ ഒക്കെ ആഴ്ച പകുതി ആവുമ്പോ പറയൂ അല്ലെ, നമ്മൾ ആഴ്ചയുടെ പകുതി വഴി എത്തി എന്ന് പറയും അല്ലെ? അപ്പോ വി ആർ ഓൾറെഡി ഹാഫ് വേ ത്രൂ ദ വീക്ക് എന്ന് പറയാം. വി ആർ ഓൾറെഡി ഹാഫ് വേ ത്രൂ ദ വീക്ക്. ഇനി നമ്മളൊരു ബുക്ക് വായിക്കുകയാണ്, അത് ഏതാണ്ട് പകുതി എത്താറായി എന്ന് പറയണമെങ്കിൽ ഐ എം അബൌട്ട് ഹാഫ് വേ ത്രൂ ദ ബുക്ക് എന്ന് പറയാം. അപ്പൊ ഏകദേശം, ഏതാണ്ട് എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് ഐ എം അബൌട്ട് എന്ന് പറയുന്നത്. ഐ എം അബൌട്ട് ഹാഫ് വേ ത്രൂ ദ ബുക്ക്. ഇനി അടുത്ത ഫ്രേസും നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന ഒന്ന് തന്നെയാണ്, ടു സ്ലീപ്പ് ഓൺ ഇറ്റ്. ഇവിടെ നിങ്ങൾക്ക് സ്ലീപ്പ് എന്നുള്ള വാക്ക് കാണാമെങ്കിലും അത് അതിന്റെ ലിറ്ററൽ മീനിങ്ങിൽ എടുക്കരുത് കേട്ടോ. ഉറങ്ങുക എന്നൊരു അർത്ഥം ഇവിടെ വരുന്നില്ല. അപ്പൊ ഞാനത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, രാവിലെ ബോസ് വിളിച്ചിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കൊരു പ്രൊമോഷനുള്ള സാധ്യത വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അങ്ങനെ പ്രൊമോട്ടഡ് ആവാൻ നിങ്ങൾ താല്പര്യം കാണിക്കുകയാണെങ്കിൽ അവിടെ അതിനോടൊപ്പം ഒരു ട്രാൻസ്ഫർ കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പ്രൊമോഷൻ എടുക്കണോ അതോ വേണ്ടയോ? പ്രൊമോഷൻ എടുത്താൽ ട്രാൻസ്ഫറും കിട്ടുമല്ലോ, എന്ത് വേണം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും?
ഞാൻ അതൊന്ന് ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കും അല്ലെ. അപ്പോ ഇന്ന് മുഴുവൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ നിങ്ങൾ സമയം വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസ് ആണ് ടു സ്ലീപ്പ് ഓൺ ഇറ്റ്. അതായത് ഇന്ന് ഇതും ആലോചിച്ച് ഉറങ്ങാൻ പോകുന്നു എന്നല്ല അർത്ഥം. ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ ടൈം നിങ്ങളവിടെ വാങ്ങിക്കുന്നുണ്ട്. അതിനാണ് ടു സ്ലീപ്പ് ഓൺ ഇറ്റ് എന്ന് പറയുക. അപ്പൊ നമ്മൾ അവിടെ പറയും ഐ വിൽ സ്ലീപ്പ് ഓൺ ഇറ്റ് ആൻഡ് തിങ്ക് ഇറ്റ് ഓവർ ടുനൈറ്റ് എന്ന്. ഇന്ന് രാത്രി ഞാൻ അതിനെക്കുറിച്ച് ശരിക്കും ആലോചിക്കട്ടെ എന്നാണ് പറയുന്നത്. ഐ വിൽ സ്ലീപ്പ് ഓൺ ഇറ്റ് ആൻഡ് തിങ്ക് ഇറ്റ് ഓവർ ടുനൈറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കുഡ് ഐ സ്ലീപ്പ് ഓൺ ഇറ്റ് ആൻഡ് ലെറ്റ് യു നോ ടുമോറോ. ഞാൻ ഇന്ന് ശരിക്കും അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് നാളെ അറിയിച്ചാൽ മതിയോ തീരുമാനം എന്നാണ് അർത്ഥം. കുഡ് ഐ സ്ലീപ്പ് ഓൺ ഇറ്റ് ആൻഡ് ലെറ്റ് യു നോ ടുമോറോ എന്നാണ് ചോദ്യം. ഇനി മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, വേണ്ടി വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യം വന്നാൽ എന്നൊക്കെ പറയില്ലേ. അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് ഇഫ് നീഡ് ബി. അതായത് ഇഫ് ഇറ്റ് ഇസ് നെസസറി എന്ന് തന്നെയാണ് അർത്ഥം. അതിന് പകരം ഇത് മാത്രം പറഞ്ഞാൽ മതി, ഇഫ് നീഡ് ബി. അങ്ങനെ വേണ്ടി വന്നാൽ എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ കുറച്ചുപേര് ചേർന്ന് എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ചെയ്യാന്നിരിക്കട്ടെ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു കാറിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇനി എങ്ങാനും കൂടുതൽ പേരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നമുക്ക് 2 കാർ എടുക്കാം എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ അവിടെ നമുക്ക് പറയാവുന്നത് ഇഫ് നീഡ് ബി വി ക്യാൻ ടേക്ക് 2 cars. വേണ്ടി വന്നാൽ 2 കാർ എടുക്കാം. ഇഫ് നീഡ് ബി വി ക്യാൻ ടേക്ക് 2 cars. വേണ്ടി വന്നാൽ നിനക്ക് എന്റെ കാറ് എടുത്ത് ഉപയോഗിക്കാം. യു ക്യാൻ ബോറോ മൈ കാർ ഇഫ് നീഡ് ബി. അപ്പോ ഇഫ് നീഡ് ബി എന്ന് പറയുന്ന ഫ്രേസ് ആ സെന്റൻസിന്റെ ആദ്യം വരാം അല്ലെങ്കിൽ അവസാനം വരാം. മനസ്സിലായോ? യു ക്യാൻ ബോറോ മൈ കാർ ഇഫ് നീഡ് ബി. വേണ്ടി വന്നാൽ എന്റെ കാറ് നിനക്ക് ഉപയോഗിക്കാം എന്നാണ് അർത്ഥം. ഇതുപോലെ വേറൊരു ഫ്രേസ് അങ്ങനെ ആകട്ടെ എന്ന അർത്ഥത്തിൽ സോ ബി ഇറ്റ് എന്ന് പറയാം. ഇത് കാണുമ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ വളരെ എളുപ്പമാണ്. ഞാൻ എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യാന്നിരിക്കട്ടെ. നമ്മൾ പറയാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ പോവണ്ട. അതിൽ കുറച്ചു പേര് പറയണില്ല ഞങ്ങൾക്ക് പോയേ പറ്റൂ. അപ്പൊ നമ്മൾ ബാക്കിയുള്ളവർ എന്ത് പറയും? അവർക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആകട്ടെ. ഇഫ് ദേ ഇൻസിസ്റ്റ് ഓൺ ഗോയിങ് സോ ബി ഇറ്റ്. അതായത് ലെറ്റ് ഇറ്റ് ബി സോ എന്ന് പറയുന്നതിന് പകരമാണ് സോ ബി ഇറ്റ് എന്ന് പറയുന്നത്. പോയേ പറ്റൂ എന്ന് അവര് നിർബന്ധം പിടിക്കുകയാണ്. അവർ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇഫ് ദേ ഇൻസിസ്റ്റ് ഓൺ ഗോയിങ് സോ ബി ഇറ്റ്. മറ്റൊന്ന്, നമ്മൾ ആ പാർട്ടി ക്യാൻസൽ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇഫ് വി ഹാവ് ടു ക്യാൻസൽ ദ പാർട്ടി സോ ബി ഇറ്റ്. ഇഫ് വി ഹാവ് ടു ക്യാൻസൽ ദ പാർട്ടി, വേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ സോ ബി ഇറ്റ്, അങ്ങനെ ആവട്ടെ. വേറൊരു സിറ്റുവേഷൻ പറയാം. നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോട് പറയാണ് ഞാൻ ഇനി നിന്നോട് സംസാരിക്കുകയേ ഇല്ല. നമ്മൾ പറയാണ് ഓ നീ എന്നോട് സംസാരിക്കുകയേ ഇല്ലേ, അങ്ങനെ ആവട്ടെ. യു വോണ്ട് സ്പീക്ക് ടു മീ അഗൈൻ സോ ബി ഇറ്റ്. മനസ്സിലായോ? യു വോണ്ട് സ്പീക്ക് ടു മീ അഗൈൻ, നീ ഒരിക്കലും നീ എന്നോട് സംസാരിക്കില്ല, അങ്ങനെ ആവട്ടെ, സോ ബി ഇറ്റ്. ഇനി ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ മറ്റോ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റില്ല എന്നൊക്കെ പറയേണ്ടി വരില്ലേ. അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് ഐ കാൺ മേക്ക് ഇറ്റ്. മനസ്സിലായോ? അവിടെ എത്തിച്ചേരാൻ പറ്റില്ല എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് പറയണം സോറി എനിക്ക് ഇന്ന് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. ഐ എം സോറി ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. ഐ വോണ്ട് ബി ഏബിൾ ടു എന്ന് വെച്ചാൽ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. അതായത് നമ്മൾ മുൻകൂട്ടി പറയുകയാണല്ലോ, അതുകൊണ്ടാണ് ഫ്യൂച്ചറിലെ കാര്യം പറയാണ് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല എന്ന്. ഐ എം സോറി ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. ഇനി ഇന്ന് രാത്രി എനിക്ക് അവിടെ എത്താൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ ഐ എം സോറി ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടുനൈറ്റ് എന്ന് പറയാം. ഇന്ന് രാത്രി, അതാണ് ടുനൈറ്റ്. പിന്നെ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തോന്നും അല്ലെ ഈ ഫോറും സിൻസും തമ്മിലുള്ള വ്യത്യാസം. അത് അറിയാവുന്നവർക്ക് മനസ്സിലാവും അത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്ന്. പക്ഷെ അതെപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന കുറെ പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഫോർ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ട്രാഫിക്കിൽ 2 മണിക്കൂർ നേരം പെട്ടുപോയി എന്ന് പറയണം. അപ്പോ ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക് ഫോർ 2 hours. അപ്പൊ ഇവിടെ നമ്മൾ എത്ര സമയമാണ് പെട്ടുപോയതെന്ന് പറയുന്നില്ലേ? 2 മണിക്കൂർ. അങ്ങനെ സമയം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫോർ യൂസ് ചെയ്യാം. അതായത് ആ ഡ്യൂറേഷൻ എത്രയാണെന്നാണ് പറയുന്നത്. എത്ര സമയം അങ്ങനെ പെട്ടുപോയി? 2 മണിക്കൂർ. അവിടെ ഫോർ പറയണം. അപ്പോ ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക് ഫോർ 2 hours എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി കുറെ സമയമായി കാത്തു നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് കുറെ സമയമായി എന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം കുറെ സമയം എന്നല്ലേ പറഞ്ഞുള്ളൂ, എത്ര സമയം എന്ന് പറഞ്ഞില്ലല്ലോ. അത് പ്രശ്നമല്ല. എത്ര സമയം എന്ന് എടുത്ത് പറഞ്ഞോ അതോ കുറെ സമയം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, പ്രശ്നമല്ല. അവിടെയും ഫോർ ആണ് യൂസ് ചെയ്യുക. അപ്പോ ഐ ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം.
മനസ്സിലായോ? ഫോർ എ ലോങ് ടൈം, കുറേ സമയമായി വെയിറ്റ് ചെയ്യുന്നു. ഐ ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം. പക്ഷെ ഇത് നോക്കൂ, ഞാൻ രാവിലെ മുതൽ, രാവിലെ തൊട്ട് നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ എപ്പോൾ തുടങ്ങിയാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ? ഏത് പോയിന്റ് ഇൻ ടൈം ഓൺവേർഡ്സ് ആണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നതെന്ന് പറയുന്നില്ലേ? അവിടെ പറയുന്നത് സിൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറയാ ഐ ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ് എന്നാണ്. രാവിലെ മുതൽ, രാവിലെ തൊട്ട്, മനസ്സിലായോ? സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുന്നത് കൊണ്ട് സിൻസ് മോർണിംഗ്. ഇതുപോലെ എപ്പോൾ തുടങ്ങി എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോ മാർച്ച് തുടങ്ങി എന്ന് പറയണമെങ്കിൽ സിൻസ് മാർച്ച്, 2015 തുടങ്ങി സിൻസ് 2015. അവിടെ എല്ലാം ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുന്നത് കൊണ്ടാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 4 മണി തുടങ്ങി സിൻസ് 4 PM അല്ലെങ്കിൽ 4 AM എന്ന് പറയും. അപ്പൊ ഇവിടെ വേറൊരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ എത്ര സമയം എടുക്കും, എത്ര സമയം പിടിക്കും എന്ന് ചോദിക്കാൻ ഹൗ ലോങ് എന്നാണ് പറയുക. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എത്ര സമയം എന്നുള്ളതിന് ഹൗ മച്ച് ടൈം എന്നും പറയാം. പക്ഷെ അതിലും കുറച്ചുകൂടെ നല്ലത്, നാച്ചുറൽ ആയിട്ട് തോന്നുക ഹൗ ലോങ് എന്ന് പറയുമ്പോൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഹൗ മച്ച് ടൈം എന്ന് പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ചിലപ്പോൾ നമുക്ക് ഹൗ മച്ച് ടൈം എന്ന് തന്നെ പറയേണ്ടി വരും. എപ്പോഴാണെന്നറിയാമോ? എത്ര സമയം എന്നുള്ളത് അത്ര എക്സാക്റ്റ് ആയിട്ട് കൃത്യമായിട്ടൊക്കെ പറയണമെങ്കിൽ ഹൗ മച്ച് ടൈം ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഈ അരി വേകാൻ എത്ര സമയം പിടിക്കും, അപ്പൊ നമ്മൾ കൃത്യം സമയം പറയാണ് അല്ലെ, 1/2 മണിക്കൂർ പിടിക്കും അല്ലെങ്കിൽ 1 മണിക്കൂർ പിടിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഹൗ മച്ച് ടൈം എന്നുള്ളതാണ് ചോദിക്കുന്നത് നല്ലത്. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു കുക്ക് റൈസ് എന്നാണ് അവിടെ ചോദിക്കുക. ഹൗ ലോങ്ങിനേക്കാൾ നല്ലത് ഹൗ മച്ച് ടൈം ആണ്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു കുക്ക് റൈസ് എന്ന് ഇവിടെ ചോദിക്കാം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അതുപോലെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുള്ള 2 ഫ്രേസസ് ആണ് സം ഡേയും സം ഡേയും. അത് എഴുതി എങ്ങനെയാന്ന് കണ്ടല്ലോ. ആദ്യത്തതിൽ ഞാൻ സം ഡേ എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് 2 വാക്കുകളായിട്ടാണ് എഴുതിയത്. രണ്ടാമത്തത് ഞാൻ ചേർത്തു എഴുതി. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസം ഉണ്ട്. അപ്പൊ ആദ്യത്തത് നമുക്ക് നോക്കാം. സം ഡേ എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇപ്പൊ എനിക്ക് ചോദിക്കണം അവളുടെ വിവാഹം അടുത്ത മാസം അല്ലെങ്കിൽ ഏപ്രിലിൽ ഏതോ ഒരു ദിവസമല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ ഞാൻ സം ഡേ എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അവിടെ എനിക്ക് ചോദിക്കാം Isn't her wedding some day next month? അടുത്ത മാസം ഏതോ ഒരു ദിവസം. അപ്പൊ എന്നാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല, പക്ഷെ അടുത്ത മാസം വരുന്ന ഏതോ ഒരു ദിവസമാണെന്ന് അറിയാം അല്ലെ. അപ്പോ Isn't her wedding some day next month എന്ന് അവിടെ ചോദിച്ചു. ഇനി വേറൊരെണ്ണം, അടുത്ത ആഴ്ച ഏതോ ഒരു ദിവസം എനിക്കൊരു ഡെന്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. I have a dental appointment some day next week. അപ്പൊ എന്നെങ്കിലും ഒരു ദിവസം എന്നല്ല ഞാൻ പറഞ്ഞത്, അടുത്ത ആഴ്ചയുള്ള ഏതോ ഒരു ദിവസം. അപ്പൊ അവിടെ സം ഡേ എന്നുള്ളതാണ് യൂസ് ചെയ്തത്. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ, എന്നെങ്കിലും ഒരു ദിവസം എന്നൊക്കെ ഒരു അർത്ഥം വരണമെങ്കിലാണ് നമ്മൾ ഈ സം ഡേ എന്നുള്ള വാക്ക്, അതവിടെ ഒരു ഒറ്റ വാക്കാണ്, അത് യൂസ് ചെയ്യുക. അപ്പൊ എനിക്ക് പറയേണ്ടത് എന്നെങ്കിലും ഒരു ദിവസം നീ ഈ പറഞ്ഞതിനെ കുറിച്ച് നീ ഖേദിക്കും, നീ റിഗ്രറ്റ് ചെയ്യും എന്ന് പറയണമെങ്കിൽ സം ഡേ യു വിൽ റിഗ്രറ്റ് വാട്ട് യു സെഡ്. എന്നെങ്കിലും ഒരു നാൾ, ഏതെങ്കിലും ഒരു ദിവസം, എന്നെങ്കിലും സം ഡേ യു വിൽ റിഗ്രറ്റ് വാട്ട് യു സെഡ്. ചിലപ്പോ കുട്ടികൾ ഇങ്ങനെ പറയില്ലേ, എന്നെങ്കിലും ഒരിക്കലും ഞാനൊരു ഡോക്ടർ ആവും. അപ്പോ സം ഡേ ഐ വിൽ ബി എ ഡോക്ടർ എന്ന് പറയാം. സം ഡേ, എന്നെങ്കിലും ഒരു നാൾ. ഇതിന് പകരം കുറച്ചുകൂടെ കൃത്യതയുള്ള വേറൊരു ഫ്രേസ് ഉണ്ട്, വൺ ഡേ. അവിടെ പറയുന്നത് ഒരു ദിവസം ഞാനൊരു ഡോക്ടർ ആവും എന്നാണ്. ഇവിടെ കുറച്ചുകൂടെ കൃത്യതയുണ്ട് അല്ലെ, ഒരു ഉറപ്പുണ്ടാ പറയുന്നതിന്, കുറച്ച് ഡിറ്റർമിൻഡ് ആയിട്ടാണ് പറയുന്നത്. വൺ ഡേ ഐ വിൽ ബി എ ഡോക്ടർ. അപ്പോ ഈ സം ഡേ എന്ന് എഴുതിയതിന്റെ സെയിം അർത്ഥമാണ് വൺ ഡേ എന്ന് പറയുമ്പോൾ. മനസ്സിലായല്ലോ? ഇതുപോലെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അവിടെ എന്ത് പറയുന്നത് നിങ്ങൾ പറയൂ. ഒരു ദിവസം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും എന്നെങ്ങനെ പറയും? അവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സം ഡേ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൺ ഡേ എന്നും യൂസ് ചെയ്യാം അല്ലെ. അപ്പോ ഏതാണ് നിങ്ങൾ പറയാ? ഒന്നില്ലെങ്കിൽ പറയാം സം ഡേ ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. ഞാൻ ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിട്ട് എന്നെങ്കിലും ഒരിക്കൽ സംസാരിക്കും, സം ഡേ. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഉറപ്പുണ്ട്, ഒരു ദിവസം ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി സംസാരിക്കും എന്ന് പറയാൻ. അപ്പൊ അവിടെ നിങ്ങൾക്ക് പറയാം വൺ ഡേ ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. ഇതിൽ ഏതാണ് നിങ്ങൾ പറയാന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കൂ. അപ്പോൾ എന്തായാലും അങ്ങനെ സംസാരിച്ചിരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ കണ്ടിങ്ങനെ വിട്ടാൽ പോരാ, ഇത് നിങ്ങൾ ഇനിയും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം.
അപ്പൊ ഞാനിന്ന് പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളും കുറെ സമയം ഇരുന്ന് ഞാൻ ആലോചിച്ചിങ്ങനെ ഓർത്തെടുത്തതാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. വല്ലപ്പോഴും ഒരിക്കലല്ല, പലപ്പോഴും നമ്മൾ പറയാറുള്ള സ്ഥിരം ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് കോൺഫിഡന്റ് ആയിട്ട് തെറ്റാണോ ശരിയാണോ എന്ന് ആലോചിക്കാതെ ഈ ഫ്രേസ് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ അവിടെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഒരു ആവശ്യം വരുമ്പോൾ. ഈ ഫ്രേസ് ഒരുപാട് തവണ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. അത് ആവശ്യമാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഒരുപാട് ഫ്രേസസും സെന്റൻസസും ഒക്കെ കണ്ടല്ലോ. അപ്പൊ ഈ ഒരു പാറ്റേണിൽ വരുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ചോദിക്കുന്നത്. അപ്പൊ ഞാനത് മലയാളത്തിൽ പറയാം, നിങ്ങളത് ഇംഗ്ലീഷിൽ ആ സെന്റൻസ് ഫോം ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ എങ്ങാനും എന്റെ താക്കോലുകൾ കണ്ടിരുന്നോ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നീ എങ്ങാനും എന്റെ താക്കോലുകൾ കണ്ടോ. അത് പാസ്റ്റ് ടെൻസ് ആണ്, മനസ്സിലായല്ലോ. താക്കോലുകൾ, മൈ കീസ് എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം നിങ്ങൾ തന്നെ ഇംഗ്ലീഷിൽ ഉണ്ടാക്കൂ. അടുത്തത്, ഞാൻ നിന്റെ ടീച്ചറെ വിളിക്കണമെന്ന് കുറച്ച് ദിവസമായി കരുതുകയാണ്. എങ്ങനെയാണ് പറയുക? നമ്മൾ ഇതുപോലെയുള്ള സെന്റൻസസ് ഒരുപാട് ഇന്ന് കണ്ടായിരുന്നു. മൂന്നാമത്തത് നോക്കൂ, വേണ്ടി വന്നാൽ ഞാൻ നിനക്ക് കുറച്ച് പണം കടം തരാം. വേണ്ടി വന്നാൽ ഞാൻ നിനക്ക് കുറച്ച് പണം കടം തരാം. കടം കൊടുക്കുക എന്നുള്ളതിന് ടു ലെൻഡ് എന്നാണ് പറയുക കേട്ടോ, LEND. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്ക് വരണ്ട എന്നാണെങ്കിൽ അങ്ങനെ ആകട്ടെ. അപ്പൊ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ആൻസേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെനിക്ക് വലിയ പ്രോത്സാഹനമായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ ബൈ.